ഗൈസ്, വെൽക്കം ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ 100Kൻ്റെ അടുത്ത് BTC കണ്ടു. നമ്മളെല്ലാവരും വെറീഡാണ്. എന്താണ്, എങ്ങനെയാണ് ഈ യുദ്ധത്തിൻ്റെ ഭീകരത, എങ്ങനെയാണ് വേൾഡ് വാർ 3 ആണോ? കാരണം ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. കാരണം ഒരു ക്രിപ്റ്റോ ഗൈ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേൾഡിനെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും, ഏതൊരു ഹ്യൂമനും ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വേൾഡ് ഒരു വാറിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നോർമലിലേക്ക് പോകില്ല. നമ്മൾ ഒരുപാട് ട്രാവൽ ബാന്, ഒരുപാട് ആളുകൾ ക്ഷാമം മൂലം ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാൻ ഒരു കനാൽ ബ്ലോക്ക് ചെയ്താൽ ഉണ്ടാകുന്ന വേൾഡിലെ ഇൻഫ്ലേഷൻസ്, ഈ പറയുന്ന റേറ്റ് നമ്മൾ വിചാരിക്കും. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ റീലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവിടെ ബോംബിടുന്നതിന് ഈ പറയുന്ന നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ടെൻഷൻ അടിക്കണം. കാരണം ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയായാലും ഏത് മാർക്കറ്റിനെയും വേൾഡിൻ്റെ എക്കോണമിയെ തീരുമാനിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവരൊരു കനാൽ ലോക്ക് ചെയ്താൽ യൂറോപ്പിൽ അങ്ങോട്ടുള്ള ഓയിൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഇറാന് അങ്ങനെയുള്ള സംഭവിക്കുമ്പോൾ അങ്ങോട്ടുള്ള ഡിമാൻഡ് മറ്റു രാജ്യങ്ങൾ വേറെ രീതിയിൽ ഓയിൽ കൊടുക്കേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രൂഡ് ഓയിലിനും മറ്റു ഓയിലിനും ഒടുക്കത്തെ വില വരും. നാട്ടിലൊരു ഓയിലിന് വില കൂടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും വില കൂടും, ഇൻഫ്ലേഷൻ കൂടും. ഈ പറയുന്ന നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരു രാജ്യത്തിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ചെറിയ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനേക്കാൾ വലുതാണ് ഈ പറയുന്ന ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുന്ന ഇത്തരം യുദ്ധങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വീക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഹ്യൂമൻ എന്ന നിലയിലും ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്തിട്ട് നമ്മളിത് വീക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇപ്പോൾ കാര്യം? ഞാൻ നിങ്ങളോട് ഇന്നലെ ജൂലൈ 19 ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ പറയുന്ന US ഇതിലേക്ക് വരാം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധമാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും US ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന USൻ്റെ ഒരു 51th സ്റ്റേറ്റാണ്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു US ഒരു സംസ്ഥാനം പോലെ തന്നെയാണ്. കാരണം അത്രയും ആയിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടും ഈ പറയുന്ന ഇൻ്റലിജൻസ് വഴിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ കുറേ ആൾക്കാരെ മെയിൻ കമാൻഡറിൻ്റെ സയൻറ്റിസ്റ്റിനൊക്കെ കൊന്ന ഈ ഫസ്റ്റ് തുടക്കിട്ട ഈ ഇസ്രായേലിൻ്റെ ആ ഫസ്റ്റത്തെ അറ്റാക്ക് തന്നെ ഒരുപാട് ഇൻ്റലിജൻസ് സപ്പോർട്ട് US നിന്ന് കിട്ടാണ്ട് ഒരിക്കലും ആർക്ക് സംഭവിക്കില്ല, ഇസ്രായേലിനെ അന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും US ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതാണ് നിങ്ങളെ 19-ാം തീയതി പറഞ്ഞത്. ഇസ്രായേലിന് എപ്പോഴും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, US അറ്റാക്ക് ചെയ്യണം, US അറ്റാക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ കുറേയും കൂടിയും ഗ്ലോബൽ അറ്റൻഷൻസും ഇസ്രായേലിന് കുറേയും കൂടി കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളായിട്ട് ഗാസൻ ആക്രമിക്കുന്നത് പോലെ ആയിരുന്നില്ല ഈ പറയുന്ന ഇറാൻ ആക്രമിച്ചപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ. ഉദാഹരണത്തിന് ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്തപ്പോൾ കുറേ കമാൻഡറിനെയും കുറേ സയൻറ്റിസ്റ്റിനെയും കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു റിറ്റാലിയേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നല്ലൊരു അറ്റാക്ക് മെയിനായിട്ട് ആൾക്കാരെയൊക്കെ തീർത്തപ്പോൾ വിചാരിച്ച് എങ്ങനെയും ഇസ്രായേലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അയൺ ഡോം ഉണ്ട്, ഓൾറെഡി കോൺഫിഡൻറ്റ് ലോസായി. ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടിട്ട് ഇറാനൊന്ന് ഭയപ്പെടും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇസ്രായേലിന് ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായത്. അതായത് അവരുടെ മെയിൻ തെല്ലലീവ് എന്ന് പറയുന്ന സ്ഥലത്തെ മെയിനായിട്ടുള്ള ഏരിയയിൽ പല ഹോസ്പിറ്റലും, ഈവൻ അവരുടെ ഒരു വലിയ നമുക്കൊന്ന് സയൻസ് ലാബ് എന്ന് പറയുന്ന അത്യാവശ്യം ഈ പറയുന്ന ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ മരുന്നിന് അങ്ങനെ അത്യാവശ്യം വേൾഡിൽ നല്ല പ്രൊജക്റ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയ അവിടെ പോയി അവരെ മിലിറ്ററി ക്യാമ്പ് ആക്രമിച്ചു. അങ്ങനെ നല്ലൊരു എമൗണ്ട് ഓഫ് അറ്റാക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഉണ്ടായത്. ഇപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, ഇസ്രായേലായാലും വേൾഡ് രാഷ്ട്രമായാലും ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവർ ഇറാൻ്റെ കേപ്പബിലിറ്റിയെ മനസ്സിലാക്കിയിട്ടില്ല. അവർ ഈ പറയുന്ന ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ഇത്രയും അധികം സ്ട്രെങ്ത് ഉണ്ടെന്നും ഇത്രയും വെറൈറ്റി ഓഫ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്നുള്ള കാര്യം ഇസ്രായേലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വേൾഡും പ്രതീക്ഷിച്ചു. കാരണം കുറേ കാര്യങ്ങൾ അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അവർ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങളെ പോലെ ഒരു പശ്ചിമേഷ്യൻ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള രാജ്യമായിട്ട് കരുതി. പക്ഷേ ഇറാൻ അങ്ങനെയല്ല.
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പാകിസ്ഥാൻ പോലെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാഷ്ട്രമല്ല. സെൽഫായിട്ട് അത്യാവശ്യം ഈ പറയുന്ന മോഡേൺ വെപ്പണും അത്യാവശ്യം ഈ പറയുന്ന ഈ 79-ൻ്റെ വിപ്ലവത്തിന് ശേഷം അവർ അത്യാവശ്യം സെൽഫായിട്ട് ഒരുപാട് കാലം ഉപരോധം കിട്ടിയിട്ട് പോലും അവർ സെൽഫായിട്ട് നല്ല സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റു അറബ് ഇപ്പോൾ രാജ്യങ്ങൾ പോലെ അവർക്കൊരു പേർഷ്യൻ വികാരമുണ്ട്. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരി അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികൾക്കെതിരെ ഭയങ്കര ഇപ്പോൾ ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അവരുള്ളിലൊരു പേർഷ്യൻ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള അവരുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജീവൻ കൊടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് പേർഷ്യൻ ആ ഒരു സംഭവം അവർക്കുണ്ട്. അവരുടെ നമ്മളൊരു ഒരു അറബ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അറബ് രാഷ്ട്രമായിട്ടോ അല്ല ഒരു ലോകത്തിന് മുമ്പിൽ വരിക. അവരൊരു പേർഷ്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു തറവാടിത്തം പിടിച്ച് നിൽക്കുന്ന ടൈപ്പാണ് ഇറാൻ. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ അവരുടെ മെയിൻ ഒക്യുപ്പൻസ് ഇട്ട്, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അയൺ ഡോം എന്ന് പറയുന്നത് നല്ല ക്യാപ്പബിലിറ്റിയാണ്. അവരാദ്യം ഒരു ചീപ്പ് ഡ്രോൺ അയക്കും, എന്നിട്ട് ആ ഡ്രോണിലേക്ക് ഇസ്രായേൽ വലിയ ക്യാപ്പബിലായിട്ടുള്ള മിസൈൽ അതിനെ ഇതാക്കാൻ വേണ്ടിക്ക് അയക്കും. ആ സമയത്ത് ഒരു മെയിൻ സാധനം വന്ന് പതിക്കും. അതും ഡെയിലി 100 കണക്കിന് ഇനിയും ഒരുപാട് മിസൈൽസ് അവരുടെ കൈമിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഒറ്റക്ക് അടിക്കാൻ പറ്റൂല എന്ന് ഉറപ്പായപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു, ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് പുഷ് ചെയ്യുമ്പോൾ US ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇതൊരു പാൻഡോറ, നിങ്ങൾ ഈ പറയുന്ന ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാൻഡോറ ബോക്സ് തുറക്കുന്ന പോലെയാണ്. പാൻഡോറ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പണ്ട് കാലത്ത് ഈ പറയുന്ന റഷ്യയിൽ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു കാലത്ത് ഒരു കഥയുണ്ടായിരുന്നു. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ നന്മയുള്ള ആൾക്കാരായിരുന്നു, ഒരു തെറ്റുകളൊന്നും ചെയ്യാത്ത ആൾക്കാരായിരുന്നു. ഒരു ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്ത് ചെയ്തു, ഇങ്ങനെ മാത്രം പറഞ്ഞു, പാൻഡോറ ബോക്സ് തുറക്കരുത്, ബാക്കി നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഈ പാൻഡോറ ബോക്സ് തുറന്നു കഴിഞ്ഞപ്പോൾ വേൾഡിലേക്കുള്ള അത് ഫുള്ള് അതിലുള്ളതെന്ന് പറഞ്ഞാൽ തിന്മ, കുശുമ്പ്, അസൂയ, കൊല എന്നുള്ള വെറും തെറ്റുകൾ മാത്രമുള്ള ഒരു ബോക്സായിരുന്നു. അത് തുറന്നതോടുകൂടിയാണ് ഈ പറയുന്ന വേൾഡിലേക്ക് മൊത്തമായിട്ട് ഈ തിന്മകളൊക്കെ വന്നു എന്നുള്ള ഒരു ഐതിഹ്യം, ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാൻഡോറ ബോക്സ് തുറക്കുന്ന പോലെ, അതായത് നിങ്ങൾ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിന്മയുടെ ഒരു ബോക്സ് തുറക്കുന്ന പോലെയാണെന്നുള്ള പോലും ഭീഷണി, ഉത്തര കൊറിയ ഭീഷണി ചെയ്ത്, ചൈന ഭീഷണി ചെയ്തു. എന്നിട്ട് പോലും ഇന്ന് US അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് 2 വീക്ക് കഴിഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇറാൻ്റെ ശ്രദ്ധ തിരിച്ചിട്ടാണ് ഇവർ ഇന്നത്തെ അക്രമം നടത്തിയത്. ഇന്നത്തെ അക്രമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാൻ്റെ ന്യൂക്ലിയർ ഈ പറയുന്ന പ്ലാൻസൊക്കെ 200 ഫീറ്റ് അടിയിലൊക്കെയാണ്, ഭൂമിൻ്റെ അടിയിലാണ്. ഇപ്പോൾ നോർമലായിട്ട് ഇസ്രായേലിന് പോയിട്ട് ബോംബ് ഇട്ടാൽ ഇതൊന്നും തറക്കാൻ പറ്റില്ല. ഇതിൻ്റെ B2 ബോംബർ എന്ന് പറയുന്ന അമേരിക്കയിൽ മാത്രമുള്ള ഒരു ഈ ബങ്കർ ബോംബ് എന്ന് പറയും. ഇത് തകർക്കാൻ വേണ്ടിക്ക് പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ആരുടെ കൈമിലുണ്ട്, അമേരിക്കൻ്റെ കൈമിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ നിരന്തരം പറയുന്നത് നിങ്ങളിത് ആക്രമിക്കണം. കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ നെയ്ത്യനാഹു എന്ന് പറയുന്ന ആൾ 1990 തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇറാൻ്റെ കൈമിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. 90 തൊട്ട് 90-ലാവും പറഞ്ഞെന്ന് പറഞ്ഞാൽ 2002-ലാവും പ്രധാനമന്ത്രിയാകുമ്പോൾ പറഞ്ഞത് കാര്യം എന്നറിയാം, 3 വർഷത്തിനുള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നുണകൾ പ്രചരിപ്പിച്ചിട്ട് ഈ ഒരു അവസരത്തിലാണ് ഇതേ സംഭവം തന്നെ ഇറാഖിൽ സംഭവിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2003 എങ്ങനെയാണ് ജോർജ് ബുഷ് ഇറാഖിനെ സദ്ദാം ഹുസൈനെ പൂർണ്ണമായിട്ട് തകർത്തുന്നത് നിങ്ങൾ വിചാരം. ആ സമയത്ത് ഈ പറയുന്ന മാസീവ് വെപ്പൺ ഡിസ്ട്രക്ടർ, അതായത് ഈ ഇറാഖിൻ്റെ കൈമിൽ ലോകത്തെ നശിപ്പിക്കാനുള്ള വെപ്പൺ ഉണ്ട് എന്നുള്ളത് പ്രചരണം ആര് നടത്തി, ഈ പറയുന്ന ഇസ്രായേലും നടത്തി, അമേരിക്കയും നടത്തി. അങ്ങനെ എന്ത് ചെയ്തു, അന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വെസ്റ്റേൺ മീഡിയ ഒട്ടാകെ സപ്പോർട്ടായിരുന്നു. നിങ്ങൾ ആ സമയത്തുള്ള BBC ആയാലും CNN, ഏത് ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ അവർ ആ സമയത്ത് ലോകം എങ്ങനെ ഇറാഖിനെ കീഴ്പ്പെടുത്തണം, ഇറാഖിനെ ഇല്ലാണ്ടാക്കണം, അല്ലെങ്കിൽ വേൾഡ് തന്നെ നിലനിൽക്കൂല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അമേരിക്കക്കും ഈ പറയുന്ന ഇസ്രായേലിന് ഫ്യൂലപ്പ് ചെയ്യുകയും സദ്ദാം ഹുസൈനെ അന്ന് തീർക്കുകയും ചെയ്ത് ഇറാഖിൻ്റെ വളർച്ച തന്നെ ഇല്ലാണ്ടാക്കി. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്നിപ്പം ഇസ്രായേലിന് വെസ്റ്റേൺ മീഡിയസിന് വലിയ സപ്പോർട്ടില്ല. കാരണം ജനങ്ങൾക്ക് ഇന്ന് പഴയ പോലെ യുദ്ധവികാരമില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫസ്റ്റ് പോയിട്ട് ഇറാനെ ആക്രമിക്കണ്ട എന്നുള്ള തോട്ട് ഈ പറയുന്ന ഇസ്രായേൽ ജനതയ്ക്കൊക്കെ ഉണ്ട്. കാരണം ഓറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഈ ബങ്കറിൽ പോയി ഇപ്പം നമ്മൾ വിചാരിക്കും ഇറാനിൽ 500 ആൾക്കാർ മരിച്ചു, ഇസ്രായേലിൽ വെറും 30 ആൾക്കാരെല്ലാം മരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേലിലെ ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ബങ്കർ നിർബന്ധം.
അതായത് 3 മണിക്ക് 4 മണിക്ക് രാത്രി 2 മണിക്കൊക്കെ ജനങ്ങളോട് ഇങ്ങനെ ബങ്കറിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ഹൈ ക്വാളിറ്റി ലൈഫ് ജീവിച്ച ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം എല്ലാ ദിവസവും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂറിൻ്റെ ഇടയിൽ ബങ്കറിലേക്ക് പോയി ഒളിക്കണം എന്ന് പറയുന്നത് എത്ര നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? എത്ര നാൾ അവർക്ക് ജനങ്ങളുടെ വികാരം പിടിച്ചു നിർത്താൻ പറ്റും? അതുകൊണ്ട് ആൾക്കാർ മരിക്കണം എന്നില്ല, അവരുടെ ലൈഫ് ക്വാളിറ്റിയെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു ഫിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, യുദ്ധം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കുറച്ച് ടഫ് ഉണ്ടാകുമ്പോഴാണ് ഈ അമേരിക്കൻ കൂടി ഇടപെട്ടത്. അമേരിക്ക ചെയ്തത് എന്താ? 3-4 ന്യൂക്ലിയർ, അതിലൊരു ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറഞ്ഞത് അവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇന്ന് ഇറാൻ പറഞ്ഞത്. എങ്കിൽ പോലും ആ 3 ന്യൂക്ലിയർ പ്ലാന്റിലേക്കും വന്ന് ഇവർ ബോംബ് വർഷിച്ചിട്ടുണ്ട്. അതായത് അവരുടെ അറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്നില്ല എന്ന് കരാർ ഒപ്പിട്ട ഇറാൻ എന്ന രാജ്യം അവരുടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആയിരിക്കാം, അതിലേക്കാണ് ഒരു രാജ്യത്തിലേക്ക് കടന്നു വന്ന്, ഒരു അറ്റോമിക് ഡീലിൽ ഒപ്പുവെച്ച ഒരു രാജ്യത്തിലേക്ക് കടന്നു വന്ന് അവരുടെ 3 പ്ലാന്റ് പൊട്ടിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വാർലോക്ക് എതിരാണ്. അത് സംഭവിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഡയറക്റ്റ് യു എസിലേക്ക് പോയി ആക്രമിക്കലല്ല. ഈ സൗദിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബഹ്റൈനിൽ UAE യു എസിൻ്റെ ക്യാമ്പുണ്ട്. അവർക്ക് അവിടെ ആക്രമിച്ച് US സോൾജിയറെ കൊന്നാൽ മതി. കാരണം ആ സോൾജേഴ്സിൻ്റെ ഡെഡ് ബോഡി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ US ഭയങ്കര അടിയാണ്. കാരണം അവരുടെ സോൾജിയർ നഷ്ടമായി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ ബഹ്റൈനിലോ അല്ലെങ്കിൽ UAE ഉള്ള ഈ പറയുന്ന US ട്രൂപ്പിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവിക്കുക? അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും. കാരണം ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് അറബ് രാജ്യത്തിൻ്റെ ഇടയിൽ പോയി അവരുടെ രാജ്യത്ത് വന്ന് ബോംബിടുക എന്ന് പറയുന്നത് അവരുടെ ഉഭയകക്ഷി കരാറിനെതിരാണ്. അപ്പോൾ ഇറാൻ അങ്ങനെ ചെയ്യുമോ? കാരണം ഡയറക്റ്റ് US അറ്റാക്ക് ചെയ്യുന്നതിന് നല്ലത് US സിറ്റിസനെ ഈ പറയുന്ന സോൾജേഴ്സിനെ തീർത്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളും കൂടി അവർക്കെതിരാവുമെന്ന് വിചാരിച്ചിട്ടാണോ US ഈ ഒരു റിട്ടാലിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഡൗട്ട് കാണേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിലേക്ക് നല്ല രീതിയിലുള്ള ആക്രമണം വീണ്ടും നടത്തിയിട്ടുണ്ട്? ഇറാൻ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇന്ന് 3 പ്ലാന്റ് ബോംബിട്ട് തകർത്തു എന്ന് പറയുമ്പോഴും ഇറാൻ്റെ കോൺഫിഡൻ്റ് ഒക്കെ പോയി ഇനി ഇറാൻ പീസിലേക്ക് വരുമെന്ന് ആര് പറയുന്നത്? ട്രംപ് പറയുന്നത്. പക്ഷെ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ 3-4 സ്ഥലത്ത് വീണ്ടും പൊട്ടിയിട്ടുണ്ട്, ഇസ്രായേലിൽ ബോംബിട്ട് തകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആ രോഷം കൊള്ളുന്ന സമയത്ത് US ആക്രമിക്കണം എന്നുള്ളതും കൂടി ഒരു പോയിൻ്റാണ്. അങ്ങനെ US അക്രമം വരുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ബഹ്റൈൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലുള്ള ഈ പറയുന്ന സോൾജിയർ ട്രൂപ്പിനെതിരെയാണ് ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടിമേറ്റ് ഒരു പീസ് ടോക്ക് ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ. കാരണം ഈ US കൂടി അറ്റാക്ക് ചെയ്തതോടുകൂടി ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ചൈന ഇടപെടുമെന്ന് പറഞ്ഞു, ഉത്തര കൊറിയ ഇടപെടുമെന്ന് പറയുന്നത് റഷ്യ അവരൊക്കെ ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഇനി ഇടപെടാതിരുന്നാൽ ഭാവിയിൽ അവരുടെ വാക്കിന് വില എന്താണ്? അവരെന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ പോയിട്ട് ഏതെങ്കിലും US ട്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുമോ? അല്ലെങ്കിൽ US തന്നെ തിരിച്ചടിക്കുമോ? എന്താണ് അവസ്ഥ? ഇനി ഈ പറയുന്ന പീസ് ടോക്കിന് വന്നിട്ടില്ലെങ്കിൽ US വീണ്ടും ആക്രമിക്കുമോ? ഇന്ന് ഇറാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും, പക്ഷേ US വീണ്ടും ആക്രമിച്ചാലോ? അല്ലെങ്കിൽ ഇറാൻ ഒരു പീസ് ഡീൽ നടത്തുന്നില്ലെങ്കിൽ? അപ്പം വരും ദിവസങ്ങളിൽ വളരെ സീനാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇറാൻ പറയുകയും ചെയ്ത് നമ്മൾ ആ കനാൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ആ കനാൽ ക്ലോസ് ചെയ്ത് യൂറോപ്പിലുള്ള ഫ്യൂവൽ ഷിപ്മെൻ്റ് ഒക്കെ ബാധിക്കും. അപ്പോൾ അതും വേൾഡ് എക്കോണമി, വേൾഡ് ഇൻഫ്ലേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റേറ്റ് കട്ട്സിനെ ബാധിക്കുമോ? ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസുകൾ വരും മന്തുകളുണ്ട്. ഗ്ലോബൽ എക്കോണമിയെ പിടിച്ചു കുലുക്കാൻ വേണ്ടിക്ക് മാത്രമുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റായി കരുതേണ്ടതുണ്ട് എന്നും കൂടി ഉറപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ് എന്ന് പറഞ്ഞ് സാധാരണ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് ഇതിനെ കണക്കാക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറും. ഞാൻ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലിന് വാല്യൂ കൂടിയാൽ തന്നെ നമ്മളെല്ലാ ട്രാൻസ്പോർട്ടേഷനും, ഈ പറയുന്ന പച്ചക്കറിയുടെയും നമ്മളെല്ലാ ഇൻഡിവിജ്വൽ ട്രാൻസ്പോർട്ടേഷനും നടക്കുന്നൊക്കെ ഇതിന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു സാഹചര്യം കിട്ടാൻ കളിക്കും. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയാൽ നമ്മളെ പെട്രോൾ പൈസ കൂടും, നമ്മളെ പൈസ കൂടിയാൽ നമ്മുടെ വീട്ടിൽ ചിലവുകൾ കൂടും. ഓൾറെഡി പല രാജ്യങ്ങളും ഇൻഫ്ലേഷൻ മൂലം കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം കൂടി താങ്ങാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കാണ്. അതായത് നമ്മൾ പല കോയിൻസിലും ഇൻവെസ്റ്റ് ചെയ്തതിനും പോലും മാർക്കറ്റ് നമുക്ക് മറ്റു ചില ഓപ്പർച്യൂണിറ്റികളും കൂടി തരുന്നുണ്ട്. അതും കൂടി ഞാൻ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ BTC എന്ന് പറയുന്നത് ആ ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ
നമ്മൾ ഈ പറയുന്ന ഒരു ഷോർട്ട് ഓപ്ഷൻസ് ഒക്കെ കണ്ടുകൊണ്ട് തന്നെ അത്തരം ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ, ബൈ.